എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമസ്കാരം സാർ. പറ്റുന്നുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ലാസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്നൊരു സ്ഥാപനമാണ്. ഏകദേശം 2015 തുടങ്ങിയതാണ്. 2019 തൊട്ട് കൂടുതൽ ക്ലാസ്സുകളും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് നടത്തുന്നത്. ജ്യോതിഷം, വാസ്തു, അതുപോലെ തന്നെ ക്ഷേത്രവാസ്തു, പിന്നെ പാമിസ്ട്രി ക്ലാസ്, പിന്നെ പെൻഡുല ജ്യോതിഷം, ശംഖ് ജ്യോതിഷം, പിന്നെ ജ്യോതിഷത്തിന്റെ തന്നെ പ്രശ്നം, മുഹൂർത്തം, അങ്ങനെ ദേവപ്രശ്നം, അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മളിവിടെ നടത്തുന്നുണ്ട്. KP അസ്ട്രോളജി ഉണ്ട്, പിന്നെ ടാരോട്ട് റീഡിംഗ് ക്ലാസ് ഉണ്ട്. അങ്ങനെ വിവിധ ക്ലാസ്സുകൾ നമ്മൾ ഈ കോഴ്സുകളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ രണ്ട് ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്, 2 കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. ഒന്ന് പെൻഡുല ജ്യോതിഷവും, രണ്ടാമത്തേത് പിന്നെ ശംഖ് ജ്യോതിഷമാണ്. എല്ലാം 3 മാസം 4 മാസം ഒക്കെ കാലാവധിയുള്ള ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മള് പിന്നെ ഓൺലൈൻ ക്ലാസ്സും അവസാനം ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ അവസാനം ഒരു ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. ആ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിൽ വെച്ചായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് 1 ഡേ ക്ലാസ് ആയിരിക്കും. അപ്പൊ ഈ ക്ലാസ്സിൽ വെച്ചിട്ടാണ് നമുക്ക് ഇപ്പം പെൻഡുലം പഠിക്കുന്നവർക്ക് ഇവിടെ നമ്മൾ ശംഖ്, പിന്നെ പെൻഡുലം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് തരും. അതിനോടൊപ്പം തന്നെ പെൻഡുലത്തിന്റെ കൂടി കുറെ ചാർട്ടുകൾ നിങ്ങൾക്ക് തരും. ശംഖ് ജ്യോതിഷത്തിന്റെ ആണെങ്കിൽ ശംഖും അതിന്റെ ഒരു ചാർട്ടും നിങ്ങൾക്ക് തരും. ഇതെല്ലാം നേരിട്ട് നിങ്ങളുടെ ഗുരുനാഥൻ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വെച്ച് തരുന്നതാണ്. അത് ഈ കോഴ്സിന്റെ അവസാനമായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് തുടങ്ങാം. പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് നമ്മുടെ ഗുരുനാഥൻ നിങ്ങളോട് സംസാരിക്കും. ക്ലാസ് തുടങ്ങും. മൂർത്തിത്വേ പരികൽപ്പിതശശഭൃതോ വർപ്പാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്മനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ക്ലാസ് എടുക്കുന്നതിനായിട്ട് നമ്മുടെ ഗുരുനാഥനായ പ്രസന്നകുമാരൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. നമസ്കാരം സാർ. എല്ലാവർക്കും നമസ്കാരം. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം പെൻഡുലം എന്താണെന്ന്, ഈ 2 കോഴ്സുകളാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. ഒന്ന് പെൻഡുല ശാസ്ത്രത്തിന്റെയും അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷത്തിന്റെയും, മറ്റൊന്ന് ശംഖ് ജ്യോതിഷത്തിന്റെയും. അപ്പൊ ആദ്യം നമുക്ക് ഈ പെൻഡുലം എന്താണെന്നൊന്ന് പരിചയപ്പെടാം. അതായത് ഈ പണ്ട് കാലത്ത് ഈ പെൻഡുലം ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്ന് ഈ പെൻഡുലം അല്ല അന്ന് ഉപയോഗിക്കുന്നത്, സാമാന്യ രീതിയിലുള്ള മറ്റു വസ്തുക്കളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഈ കറയുള്ള വൃക്ഷത്തിന്റെ ശിഖരങ്ങളാണ് ഈ പെൻഡുലത്തിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതെന്തിനെന്ന് കേട്ടാൽ അത് ജലത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ ജലത്തിന്റെ സാമീപ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഈ പഴയ നിയമത്തിന്റെ, അതായത് നമ്മളെ പഴയ നിയമ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നിങ്ങൾ കണ്ടിരിക്കും ഒരു വളഞ്ഞ, അല്ലെങ്കിൽ നമ്മളെ കൊടയുടെ ആകൃതിയിലുള്ള ഒരു വടി പിടിച്ച ഒരു വൃദ്ധൻ മുമ്പ് നടക്കുകയും മറ്റു ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് ഞാൻ സഞ്ചരിക്കുന്നതായിട്ടൊരു ചിത്രം. അത് എന്ന് പറഞ്ഞാൽ അത് മഹാപാലായനം, നമുക്ക് അറിയാം, ചരിത്രങ്ങളൊക്കെ അറിയാം. ആ മഹാപാലായന സമയത്ത് ഈ മരുഭൂമിയിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ സാമീപ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്
ആ ഒലിവ് മരത്തിന്റെ ഒരു ചില്ലയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോ പണ്ട് കാലത്ത് വെള്ളത്തിന്റെ സാമീപ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെൻഡുലം ഉപയോഗിച്ചു തുടങ്ങിയത് തന്നെ. അത് ഇന്ന് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലല്ല പെൻഡുലം. ഇത് ആധുനിക രീതിയിലുള്ള പെൻഡുലമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പെൻഡുലത്തിന്റെ പറയുന്ന പേരാണ് മെർമറ്റ് പെൻഡുലം. പിന്നെ പെൻഡുലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ പെൻഡുലം നിങ്ങൾക്ക് വഴങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് നൂലിൽ കെട്ടിയ ഏതൊരു വസ്തുവിനെയും പെൻഡുലമായിട്ട്, അതായത് ഒരു ചരടിൽ കെട്ടിയ ഏതൊരു വസ്തുവിനെയും നമുക്ക് പെൻഡുലമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അറ്റോൺമെന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആ പെൻഡുലം വഴങ്ങും. നമ്മള് കാര്യം ഒരു പുതിയൊരു സബ്ജക്റ്റാണ്. ഈ പെൻഡുലത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപബോധ മനസ്സിന്റെ, അതായത് നമ്മൾ ഉപബോധ മനസ്സിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, അത് ഉപബോധ മനസ്സ് വഴി ഈ യൂണിവേഴ്സലിലേക്ക് പോകുന്നു. ഈ യൂണിവേഴ്സലിൽ നിന്നും കിട്ടുന്ന മറുപടിയാണ് പെൻഡുലം നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോ ഈ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ഭാരമുള്ള വസ്തുവിനെ ഒരു ചെയിനിൽ, നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ വേണമെങ്കിൽ ആ ചിത്രം ഒന്ന് എലാർജ് ചെയ്താൽ അറിയാം, പെൻഡുലം കണ്ടിട്ടില്ലാത്തവർ. അപ്പൊ അതാണ് പറഞ്ഞത്, ഭാരമുള്ള ഒരു വസ്തു ഒരു ചങ്ങലയിൽ അല്ലെങ്കിൽ ഒരു ചെയിനിൽ കെട്ടിയിരിക്കുന്നു. ഇതാണ് പെൻഡുലം, ആധുനിക രീതിയിലുള്ള പെൻഡുലം. പണ്ട് കാലത്ത് വിവിധ തരത്തിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ കറയുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങളാണ് പെൻഡുലത്തിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ജല സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വളരെയധികം, ഈ പെൻഡുല ശാസ്ത്രത്തിന് വളരെയധികം പഴക്കമുണ്ട്. അതായത് ക്രിസ്തുവിന് മുമ്പ്, അതായത് BC 6000 പെൻഡുലം ഉപയോഗിച്ചിരുന്നതായിട്ട് രേഖകൾ ഉണ്ട്. അപ്പൊ യുനെസ്കോ അംഗീകരിച്ച ഏക ടൂളും പെൻഡുലമാണ്. നിങ്ങൾ പെൻഡുലത്തിന്റെ ടെസ്റ്റുകളൊക്കെ കിട്ടും, വളരെ വലിയ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. യുനെസ്കോ അംഗീകരിച്ച, അതായത് പൈതൃക അംഗീകരിക്കുന്ന സംഘടനയാണ് യുനെസ്കോ. അപ്പൊ ആ യുനെസ്കോ അംഗീകരിച്ച ഏക ടൂൾ എന്ന് പറയുന്നത് നമ്മളെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രാബല്യം അല്ലെങ്കിൽ പാരമ്പര്യ ജ്യോതിഷികൾ കൈകാര്യം ചെയ്യുന്ന കവടിയുണ്ട്. അതിനേക്കാളും മുമ്പ്, അതായത് BC 6000 പെൻഡുലം ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകളുണ്ട്. എന്ത് ചെയ്യുക, ഗുഹാചിത്രങ്ങളിൽ നിന്നും കണ്ടെത്തിയ സംവിധാനമാണ്, അല്ലെങ്കിൽ തെളിവുകളാണ്. അതനുസരിച്ച് യുനെസ്കോ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു ടൂളാണ് പെൻഡുലം. അത് റീഡി മെറ്റാലിക്ക എന്ന് പറയുന്ന 1550 ഇറങ്ങിയ ഒരു പുസ്തകത്തിലാണ് ഈ പെൻഡുലത്തിനെ പറ്റി ആദ്യമായിട്ട് പരാമർശമുള്ളത്. ഈ പെൻഡുലം ഉപയോഗിക്കുന്നതിനെ പറയുന്നത് ഡൗസിങ് എന്നാണ്. പെൻഡുലം കൈകാര്യം ചെയ്യുന്ന ആളിനെ ഡൗസർ എന്ന് പറയും. ആ പെൻഡുലം ഉപയോഗിക്കുന്ന ആ സമയം അല്ലെങ്കിൽ ആ രീതിയെ ഡൗസിങ് എന്ന് പറയും. അപ്പോ ഈ പെൻഡുലം പ്രധാനമായിട്ടും, നേരത്തെ പറഞ്ഞു ജലസാമീപ്യം കണ്ടെത്താനെന്ന് പറഞ്ഞു. അത് പിന്നീട് ആധുനിക പരീക്ഷണങ്ങളൊക്കെ നടന്നപ്പോ അത് ജലത്തിന്റെ സാമീപ്യം മാത്രമല്ല, 2ാം ലോക മഹായുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, അതായത് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഉപയോഗിച്ചത് പെൻഡുലമാണ്. കാര്യം, ഈ പൊട്ടാത്ത മൈനുകളെയും ഷെല്ലുകളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പെൻഡുലം ഉപയോഗിച്ചു. പിന്നെ ഈ പെൻഡുലത്തിനെ പറ്റി കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ വന്നപ്പോൾ ഈ ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ അവിടെ പെൻഡുല വിദഗ്ധന്മാരില്ല. കാരണം അവിടെ എല്ലാവരും പെൻഡുലം ഉപയോഗിക്കുന്നവരാണ്. കാരണം ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മാംസാദികൾ അത് പഴക്കം കൂടിയതാണോ അല്ലെങ്കിൽ നല്ലതാണോ, പച്ചക്കറികൾ അത് കൂടുതലും വിഷാംശം ഉള്ളതാണോ അല്ലെങ്കിൽ അല്ലയോ എന്നെല്ലാം കണ്ടുപിടിക്കുന്നതിന് അവരുടെ ബാഗിനകത്ത് എപ്പോഴും ഒരു പെൻഡുലം കാണും. അത് മാത്രമല്ല, പിന്നെ ഉള്ളത് ഏത് തരം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് മെഡിസിൻ, ആയുർവേദം വേണോ, അലോപ്പതി വേണോ, അല്ലെങ്കിൽ യുനാനി വേണോ, അല്ലെങ്കിൽ ഹോമിയോ വേണോ എന്നുള്ള, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതിനുള്ള ചാർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും, അതായത് പെൻഡുലം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഉത്തമ സുഹൃത്ത് എന്നാണ്. പിന്നെ പെൻഡുലം ഉപയോഗിച്ചിട്ട് ഒരാളിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രോഗം അല്ലെങ്കിൽ എന്താണ് രോഗം, ഇന്ന്
ഈ അന്ധവിശ്വാസം എന്ന് പറയുമെങ്കിലും ഇപ്പോൾ ഒരാളിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരാളിന് അനുയോജ്യമായ കളർ, ഇപ്പൊ നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോകുന്നു, ഒരു കാറ് വാങ്ങാൻ പോകുന്നു, നിങ്ങൾക്ക് അനുയോജ്യമായ നിറം ഏതാണ്? ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്നത് ചാർട്ടിന്റെ സഹായത്തിലാണ്. പിന്നെ ഇതിൽ വിദഗ്ധന്മാർ ചെയ്യുന്നത് കാണാതെ പോയ വസ്തുക്കളുടെ, ഇപ്പൊ വീടിനകത്തൊരു വസ്തു കാണാതെ പോയി, അതിന്റെ സ്ഥിതി എവിടെ, വീടിനകത്താണോ പുറത്താണോ അലമാരയ്ക്കകത്താണോ അല്ലെങ്കിൽ മേശയ്ക്കകത്താണോ എന്ന് കണ്ടുപിടിക്കാനുള്ള രീതി. അത് പോയിട്ട് ഒരു കൃഷി, ഈ വിളവെടുപ്പ് കഴിഞ്ഞു അടുത്ത വിളയ്ക്ക് ഏത് കൃഷി ചെയ്യണം, അങ്ങനെ വിവിധ തരം മനുഷ്യനുമായി ബന്ധപ്പെട്ട വിവിധ തരം, അതായത് അല്ലെങ്കിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കാണാൻ പോയി. അയാള് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അയാളുടെ ജീവിതം സുഖകരമായി, അതായത് നല്ല ദാമ്പത്യ ജീവിതം കിട്ടും. അങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ പെൻഡുലം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ പെൻഡുലം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു കാണും, ഈ സമാന വസ്തുക്കളെല്ലാം തമ്മിൽ ഒരു ആകർഷണം ഉണ്ടാവുമെന്ന് നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ നമുക്ക് ഇതിനെ പറയുന്ന പേരാണ് വിദൂര രാധ സംവേദം. അതായത് സമാന വസ്തുക്കൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, അത് നമുക്ക് ദൃഷ്ടിഗോചരം അല്ല. അതിനെ പറയുന്ന പേരാണ് വിദൂര രാധ സംവേദനം. ഈ വിദൂര രാധ സംവേദനമാണ് ഈ പെൻഡുലത്തിന്റെ പ്രവർത്തനം. ഇത് ഫിസിക്സ് ആണ്. പിന്നെ ഒരാള് ദൂരെ ഇരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ പറ്റി ബന്ധുക്കളോട് നിങ്ങൾക്ക് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു തൂവാലയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പോ ഏതെങ്കിലും മതി, ആ വ്യക്തിയെ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും, അയാളുടെ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ വാസ്തുശാസ്ത്രവും ജ്യോതിഷവും എല്ലാം ഇന്ന് വളരെയധികം മുന്നിട്ട്, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം ഇന്ന് ഇതിന്റെ പുറകിലാണ് പഠിക്കാനും അല്ലെങ്കിൽ ഇതെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. പഴയ കാലഘട്ടമൊക്കെ മാറി. ഇടയ്ക്ക് ഒരു ലോപം ഉണ്ടായിരുന്നു ജ്യോതിഷത്തിനും വാസ്തുവിനൊക്കെ. എന്താ ഒരു ചെറിയ കട വയ്ക്കുകയാണെങ്കിലും ആൾക്കാർ വാസ്തുവൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ എത്ര മിടുക്കനായ ഒരു വാസ്തുശാസ്ത്രജ്ഞനായാലും ശരി, എത്ര മിടുക്കനായ ജ്യോതിഷനായാലും ശരി, ജ്യോതിഷ ഭാഷയിൽ പറഞ്ഞാൽ പുറം ചാർന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ. എന്നാൽ അകം ചാർന്ന അല്ലെങ്കിൽ അകമേയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ചും മനുഷ്യന്റെ അസ്ഥിയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥിയോ അല്ലെങ്കിൽ ആഭിചാരമോ, അല്ലെങ്കിൽ അത് സർപ്പഭൂമിയാണോ, അല്ലെങ്കിൽ അത് അരുങ്കൊല നടന്ന ഭൂമിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൻഡുല വിദഗ്ധന് ആ സ്ഥലത്ത് പോയി കണ്ടെത്താനും പറ്റും. അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഒരു ചാർട്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഒരു സർവേ നമ്പരോ എന്തെങ്കിലും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആധികാരികത ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. പിന്നെ ഉള്ളത്, മെയിനായിട്ടുള്ളത് ഈ രോഗങ്ങളെ പറ്റി പറഞ്ഞു. ഏത് രോഗമാണ് അല്ലെങ്കിൽ എന്താണ് അസുഖം, അത് ഒരാളിന്റെ ഗ്രഹനിലയുണ്ടെങ്കിൽ ആ ഗ്രഹനിലയിൽ നമുക്ക് ഈ പെൻഡുലം പിടിച്ചതിന് ശേഷം അയാളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് അസുഖം എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഇപ്പൊ ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, കാലപുരുഷന്റെ അവയവസ്ഥാനങ്ങൾ അറിയാം. മേടം ശിരസെന്നും, ഇടവം മുഖമെന്നും, പിന്നെ മിഥുനം ഉരസെന്നും, കർക്കിടകം നെഞ്ചെന്നും, ചിങ്ങം വയറെന്ന് പറഞ്ഞ അങ്ങനെ കാൽപാദം വരെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഭാഗത്താണ്, പ്രത്യേകിച്ചും കഴുത്തിന് താഴെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഇന്റേണൽ ഓർഗൻസ്, അപ്പൊ അതിൽ ഏതിലാണ്, ശ്വാസകോശത്തിനാണോ, ഹൃദയത്തിനാണോ, അല്ലെങ്കിൽ പ്ലീഹയ്ക്കാണോ, അല്ലെങ്കിൽ വൃക്കയ്ക്കാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കരളിനാണോ, ഏത് ഇന്റേണൽ ഓർഗനാണ് അസുഖം ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം മനുഷ്യ ജീവിതത്തിന്റെ പറയുന്നത് പെൻഡുലം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മസുഹൃത്തെന്നാണ്. ഏത് കാര്യവും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വിദഗ്ധന്മാരൊക്കെ ചെയ്തെന്ന് വെച്ചാൽ, ഈ മത്സര പരീക്ഷകൾക്ക് മുൻകാലങ്ങളിലുള്ള ക്വസ്റ്റ്യൻ എടുത്ത് അതിൽ ഏത് ചോദ്യം വരും,
മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏത് ചോദ്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെസ്റ്റിന് ഏത് ചോദ്യം വരും, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ ഇപ്പോഴാവർത്തിച്ച് ചോദിക്കാം. അത് SLC പരീക്ഷയ്ക്കാവാം, പ്രീ ഡിഗ്രിക്കാവാം, അല്ലെങ്കിൽ ഡിഗ്രിക്കാവാം, അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്കാകാം, അതല്ലെങ്കിൽ സിവിൽ സർവീസിനാവാം, ഏതെങ്കിലും, അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റുകൾക്കാവാം. ഏതിനായാലും ശരി, പഴയകാല ക്വസ്റ്റ്യനെ എടുത്ത് അതിൽ നിന്നും ആവർത്തനമായിട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടെത്തി നമുക്ക് ആ ജീവിത വിജയം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഈ മരുന്ന്, ഇപ്പം ധാരാളം നമ്മളെല്ലാവരും ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണ്. ഈ മരുന്നിന്റെ അളവ് അല്ലെങ്കിൽ ഡോസ് ഇത് അധികമാണോ, അല്ലെങ്കിൽ ഇത് കുറവാണ്? പിന്നെ ഉള്ളത് വളർത്തു മൃഗങ്ങളുടെ അസുഖം എന്താണ്? അപ്പം ഒരു വളർത്തു മൃഗത്തിന് ഒരു അസുഖം വന്നു, ആടനാവട്ടെ പശുവിനാവട്ടെ, ഇപ്പോഴെല്ലാം കൂടുതലും ഈ വീടിനകത്ത് വളർത്തുന്ന മൃഗങ്ങളാണ്, പൂച്ചയായാലും പട്ടിയായാലും. അപ്പൊ അതിനൊക്കെ ഈ ബ്രീഡുകൾ വ്യത്യാസം വരുന്നതനുസരിച്ച് പെട്ടെന്നൊക്കെ അസുഖം വരും. മഴയായാലും വെയിലായാലും ഒക്കെ അസുഖങ്ങൾ വരും. അപ്പൊ അതിന് എന്താണ്, ഏത് ഭാഗത്താണ് അസുഖം, അല്ലെങ്കിൽ അതിന് എന്താണ് അസുഖം? അതേപോലെ ഈ ചെടികളുടെ വളർച്ചയ്ക്ക് എന്താണ്? അപ്പം നേരത്തെ പറഞ്ഞു കൃഷി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പെൻഡുലം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ഏത് വിളവായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിന് എന്ത് തരം വളങ്ങൾ ഉപയോഗിക്കണം എന്ന് തുടങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഈ പെൻഡുലം വെച്ച് ഉപയോഗിക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊന്ന് ഈ കളഞ്ഞുപോയ വസ്തുക്കളെ കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറന്നുപോയ വസ്തുക്കളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് ഈ നമ്മളുടെ സ്ഥാപനത്തിൽ ജ്യോതിഷം ഈ പെൻഡുല ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ബാലേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാറാണ്. അദ്ദേഹം കൊല്ലത്തുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബാങ്കിലെ മാനേജരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മറവിയൊക്കെ ഉള്ളതാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ലോൺ ക്ലോസ് ചെയ്തതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വായ്പയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഈ ലൈബിലിറ്റി കൊടുക്കും, സർക്കാർ ഉദ്യോഗസ്ഥന് ലൈബിലിറ്റി. ഇത് ഇവർ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകും. അപ്പോൾ അദ്ദേഹം സ്വന്തം കാര്യം നോക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്നുകിൽ എന്നെയോ അല്ലെങ്കിൽ ലാൽ സാറിനെയോ വിളിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം, അത് എവിടെയാണെന്ന്. അപ്പൊ നമ്മളത് പരിശോധന ചെയ്തതിന് ശേഷം ഇന്ന അലമാരയുടെ, ഇത്രാമതിരിക്കുന്ന അലമാരയുടെ ഇന്ന തട്ടിനകത്ത് നോക്കാൻ പറയും. അക്കാര്യം അത്രത്തോളം നമുക്ക് അതിന്റെ ആ ഡീറ്റെയിലേക്ക് വരാൻ പറ്റും. അപ്പോ ഈ പെൻഡുല ശാസ്ത്രം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി പെൻഡുലം മനസ്സിലാക്കുന്ന ആരായിരുന്നാലും ശരി, ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് നമുക്ക് വഴങ്ങണം, പെൻഡുലം പെട്ടെന്ന് വഴങ്ങണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ഈശ്വരാധീനം വേണം, പിന്നെ കുറച്ച് ഈ ചാൻഡിങ്, അതായത് ചില മന്ത്രങ്ങളുടെ എല്ലാം പറയേണ്ടി വരും. അപ്പൊ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പെൻഡുലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്യൂണിങ് എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ഓറയും ആ പെൻഡുലത്തിന്റെ ഓറയും തമ്മിൽ ഒരു സിങ്ക്രണൈസിങ് വരണം. അതിന് കുറച്ച് സമയമെടുക്കും. അത് നമ്മൾ അറ്റ്യൂൺമെന്റ് കിട്ടിക്കഴിഞ്ഞാലും, അറ്റ്യൂൺമെന്റ് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, അതായത് ഹയർ സോളുമായിട്ട് നിങ്ങളുടെ സോളിനെ നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ അത് ആ അറ്റ്യൂൺമെന്റിന് ശേഷം നിങ്ങൾക്ക് ഈ പെൻഡുലം കിട്ടുമ്പോൾ ഈ പെൻഡുലത്തിന്റെ ഒരു ഓറയുണ്ട്. അപ്പം പെൻഡുലം ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യണം. പെൻഡുലം നമ്മൾ കുറച്ച് ദിവസം പെൻഡുലം കൈവശം സൂക്ഷിക്കണം. അത് പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഇടണം. കാര്യം നമ്മളെ ഓറയുമായിട്ട് പെൻഡുലം വഴങ്ങണം, അല്ലെങ്കിൽ പെൻഡുലത്തിന്റെ ഓറയും നമ്മളുടെ ഓറയും തമ്മിൽ ഒരു സിങ്ക്രണൈസിങ് വരണം. എങ്കിലേ നിങ്ങൾ പറഞ്ഞാൽ പെൻഡുലം കേൾക്കുകയും അല്ലെങ്കിൽ അനുസരിക്കുകയും. അപ്പൊ പെൻഡുലത്തോട് എപ്പോഴും റിക്വസ്റ്റ് ആയിരിക്കണം, ആജ്ഞ പാടില്ല. കാര്യം ഇതൊരു ഡിവൈൻ സയൻസ് ആണ്. ഇത് ഫിസിക്സ് ആണ് ഇതിന്റെ പ്രവർത്തനമെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു ഡിവൈൻ സയൻസ് ആണ്, ജ്യോതിഷം പോലെ തന്നെ. അപ്പൊ എപ്പോഴും പെൻഡുലത്തോട് റിക്വസ്റ്റോട് കൂടിയായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു, ഒരു വാഹനം വാങ്ങുന്നു, ആ വാഹനത്തിന്റെ കളർ എന്ത്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ വാഹനമാണ് നിങ്ങൾക്ക് അനുയോജ്യം. ഇപ്പോ ഒരു കുട്ടി പരീക്ഷ എഴുതിയിരിക്കുന്നു, ആ കുട്ടിക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടും, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എന്താണ്, ഈ ചാർട്ടിന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പൊ പെൻഡുലം ഉപയോഗിക്കുമ്പോൾ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്, അത് നമ്മൾ ആ ക്ലാസ്സിൽ പറയും.
കാര്യം ഇരുമ്പ് കസേരയിൽ ഇരിക്കാൻ പാടില്ല. 1-2 കാര്യങ്ങൾ പറയാം. പിന്നെ ഈ കാന്തിക മേഖല, അതായത് ടിവിയോ അല്ലെങ്കിൽ വലിയ ഈ സൗണ്ട് സിസ്റ്റം, അപ്പൊ അതിനകത്തെല്ലാം ഈ കാന്തിക മേഖലയാണ്. അപ്പോൾ കാന്തിക മേഖലയിൽ നിന്നും നമ്മൾ മാറിയിരിക്കണം. പിന്നെ അതേപോലെ വലിയ ബീമുള്ള കെട്ടിടത്തിന്റെ ബീമുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ പെൻഡുലം ഉപയോഗിക്കുന്നതിന് കുറെ നിബന്ധനകളുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നതാണ്. പിന്നെ ഉള്ളത് കറുത്ത വാവ് ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസം പെൻഡുലം ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത്, നിങ്ങൾ ഒരു ബോഡിയിൽ പിടിക്കേണ്ടി വന്നാൽ, ഇപ്പം വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണം സംഭവിച്ചു, അപ്പൊ നിങ്ങൾക്ക് ആ ബോഡി എടുക്കാൻ എന്തെങ്കിലും സഹായിക്കേണ്ടതായിട്ട് വന്നു, എന്നാൽ അന്നത്തെ ദിവസം നിങ്ങൾ പെൻഡുലം ഉപയോഗിക്കരുത്. അപ്പൊ അങ്ങനെ കുറെ നിബന്ധനകളുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ഇത് ചെയ്യാമോ? സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണ്, സ്ത്രീകൾക്ക് പെൻഡുലം ഉപയോഗിക്കാമോ? അപ്പോൾ ഓരോ ദേശത്തും അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ അവർക്ക് അവരുടെ അശുദ്ധിയായാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ക്ഷേത്രത്തിൽ പോകാം, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ ദീപം തെളിയിക്കാം എന്നുള്ള ഒരു പല വിഭാഗത്തിന്റെ ഇടയിലും, ഇപ്പോൾ നായറിന്റെ ഇടയിലാണെങ്കിലും നമ്പൂരിയുടെ ആണെങ്കിലും അത് ഏത് മതസ്ഥരുടെ ആയാലും, മതസ്ഥരല്ല ഏത് വിഭാഗത്തിന്റെ ആയാലും മാത്രമല്ല ഏത് മതസ്ഥർക്കും ഇത് ഹൈന്ദവമായിട്ടുള്ള സങ്കല്പം മാത്രമല്ല, ഇതൊരു സയൻസ് ആയതുകൊണ്ട് അത് ഏത് മതസ്ഥർക്കും ഇത് ഉപയോഗിക്കാം, പഠിക്കാം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടുതലും ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളാണ് ഇത് കൂടുതലും പഠിച്ചത്. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ വരെ ഉണ്ടായിരുന്നു, അവർക്ക് ഇത് ഇൻട്രസ്റ്റ് ആണ്. അവർ ഒരു വിദ്യാഭ്യാസമുള്ള, അതായത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. അവരിടയ്ക്കിടയ്ക്ക് നമ്മളെ എന്നെ വിളിക്കാറുണ്ട്. കാര്യം അവര് ജാതി മതമൊന്നുമല്ല, ഇതിനകത്ത് എന്താണ്, ഇതൊരു സയൻസാണ്. ഇതിനകത്ത് അങ്ങനെ ജാതിയോ മതമോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമാണോ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മളുടെ യുക്തിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ നാട്ടു നടപ്പനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പെൻഡുലം ഒരിക്കലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ട്യൂണിങ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൈമാറാൻ പാടില്ല. വീട്ടിലെ ഭാര്യയായിരുന്നാലും മക്കളായിരുന്നാലും. കാര്യം നിങ്ങളുടെ ഓറയ്ക്കനുസരിച്ചാണ് ആ പെൻഡുലം ട്യൂണായിരിക്കുന്നത്. വേറെ ഒരാൾ വന്ന് ആ പെൻഡുലം കൈകൊണ്ടെടുക്കുമ്പോൾ അയാളിൽ നിന്നുള്ള നെഗറ്റീവോ അല്ലെങ്കിൽ അയാളിൽ നിന്നുള്ള എന്തെങ്കിലും സാധനം ഈ പെൻഡുലത്തിലേക്ക് വരും. അപ്പം പെൻഡുലം ശുദ്ധീകരണമൊക്കെ നമ്മൾ പഠിക്കും. എങ്ങനെയാണ് പെൻഡുലം ശുദ്ധീകരിക്കേണ്ടത്, ഓരോ ആളിന്റെ കാര്യം നോക്കിയതിന് ശേഷവും പെൻഡുലം എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും. അപ്പൊ ഇതാണ് പെൻഡുലത്തിനെ സംബന്ധിച്ച് ഏകദേശ ഒരു വിവരണം. ഇനി അടുത്ത് വരുന്നത് ശംഖ് ജ്യോതിഷം. അപ്പൊ എന്താണ് ശംഖ് ജ്യോതിഷം? അപ്പം ശംഖ് ജ്യോതിഷം രൂപപ്പെട്ടിരിക്കുന്നത് ഈ ദ്രാവിഡ മാന്ത്രിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എന്താണ് ദ്രാവിഡ മാന്ത്രിക കർമ്മം? അപ്പൊ നിങ്ങൾ പൂജ ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ജ്യോതിഷം പഠിച്ചിട്ടുള്ളവരാകാം, അല്ലെങ്കിൽ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ആകാം. അപ്പോ നമുക്ക് 2 വിധാനങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന വിധാനവും, മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാം ദേവതയ്ക്ക് കൊടുത്തിട്ട് അവരെ പ്രീതിപ്പെടുത്തുന്ന, അതിനെ പറയും കൗളാചാരം എന്ന് പറയും. മദ്യവും മാംസവും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അത് നിവേദിക്കും. അപ്പോൾ ഈ ദ്രാവിഡ മാന്ത്രികത്തിന്റെ അല്ലെങ്കിൽ ഈ ശംഖ് ജ്യോതിഷം ഞാൻ ഒരു 3-4 വിധങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ ദേശത്തിനും അത് വ്യത്യസ്തങ്ങളായ ചില രീതികളാണ്. അപ്പൊ ഇത് ശംഖ് ജ്യോതിഷത്തിന്റെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ഫലം പറഞ്ഞാൽ അത് കൃത്യതയുള്ളതാണ്. കാരണം നമ്മൾ ഉപാസനാമൂർത്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പരദേവത അല്ലെങ്കിൽ കുലദേവത അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ പിൻബലത്തിലാണ് നമ്മൾ ഈ ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ എന്താണ് ഈ ദ്രാവിഡ മാന്ത്രികം? അതായത് സാധാരണയാണെങ്കിൽ ആലങ്കാരികതയാണ് മറ്റേ നമ്മൾ സാധാരണ പൂജാ സംവിധാനങ്ങളിലുള്ളത്. കാര്യം ഒരുപാട് നിലവിളക്ക്, ഒരുപാട് കളങ്ങൾ, അതും കളറുള്ള കടങ്ങൾ, അതേപോലെ നിവേദ്യങ്ങൾ ഒരുപാട് എണ്ണം.
അപ്പൊ ഇതിന്റെ ഈ ദ്രാവിഡ മാന്ത്രിക കർമ്മത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയൊരു തുമ്പലയും ചെറിയൊരു വിളക്കും കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം മതി. അപ്പൊ അങ്ങനെ അവരുടേതായ രീതി ഇത് കഴിഞ്ഞ ഏകദേശം ഒരു 10-20 അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വായ്മൊഴിയായി മാത്രമാണ്, ലിഖിതങ്ങളില്ല. നിങ്ങൾക്ക് നമ്മൾ നോട്ട് തരും, ചാർട്ടൊക്കെ തരും. ഇതെന്താണ് ഈ അതായത് പ്രത്യേകിച്ചും ഇത് ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഈ ഭദ്രകാളിപ്പാട്ട്, ചാറ്റുപാട്ട്, അതേപോലെ തോറ്റംപാട്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള അല്ലെങ്കിൽ ലിഖിത രൂപത്തിൽ വച്ചിട്ട് പുസ്തക രൂപത്തിലാക്കിയിട്ട് പഠിക്കുന്നതല്ല. അതെങ്ങനെയാണ് ഒരാളിന്റെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളിന്റെ കൂടെ വർഷങ്ങളായിട്ട് നിന്ന് അദ്ദേഹത്തിൽ നിന്നും പഠിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ അദ്ദേഹം ഇയാൾക്ക് അടുത്ത ആളിന് സ്ഥാനം കൊടുക്കും. അങ്ങനെ ഏതോ ഒരു വിരുദ്ധൻ അവരോടൊപ്പം കൂടുകയും അവരിൽ നിന്ന് ഇത് മനസ്സിലാക്കി ഒന്നുകിൽ ടേപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ട് പിന്നീടാണ് ഇത് പുറം ലോകം നമ്മളൊക്കെ അറിയുന്നത്. ഇത് അപ്പൊ അവരുടേതായ രീതിയിലുള്ള ലിഖിതങ്ങളില്ലാത്ത, അതായത് പുസ്തക രൂപത്തിലല്ലാത്ത കൂടെ നിന്ന് പഠിച്ച്, ഇപ്പോൾ ഈ ഭദ്രകാളിപ്പാട്ടോ ചാറ്റുപാട്ടോ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയാം, അതിനെ എഴുതി വച്ചിട്ടില്ല. കാര്യം പാടി തെളിഞ്ഞ് കൂടെ ഇരുന്ന് പാടി തെളിഞ്ഞ് വരുന്നതാണ്. അതേപോലെയാണ് ഈ ശംഖുജ്യോതിഷം. ഈ അടുത്ത കാലത്താണ് നമുക്ക് ഇതിന്റെ ഈ എഴുത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ പുസ്തക രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പല ദേശത്തും പല വിധാനങ്ങളാണ്. അതായത് ഏകദേശം ഒരു 15,000 20,000 വരുന്ന ജനസംഖ്യ ഉള്ള ഒരു ജനക്കൂട്ടം മധ്യേഷ്യയിൽ, നിങ്ങൾക്കറിയാം, മധ്യധരനാഴിയിൽ നിന്നും നേരെ നമ്മുടെ നാട്ടിലേക്ക് വരികയും, അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ദ്രാവിഡ സംസ്കാരം നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരള, തിരുവനന്തപുരം, കൊല്ലം വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെ അവർ വരികയും ഇവിടെ നമ്മളുടെ നാട്ടിൽ വന്ന് അല്ലെങ്കിൽ ഈ തെക്കൻ ദേശത്ത് വന്ന് കുറെ ആൾക്കാരെയൊക്കെ അവര് കൊലപ്പെടുത്തുകയും കുറെ ആൾക്കാരെ തടവ് പിടിക്കുകയും, അങ്ങനെ ആ സംഭവത്തിൽ, അങ്ങനെ ആ സംഘർഷത്തിൽ കുറെ ആൾക്കാർ ഈ ദ്രാവിഡരെന്ത് ചെയ്യും, അവര് ജീവൻ കൊണ്ട് ഓടി കാട്ടിൽ കയറി രക്ഷപ്പെട്ടു. കുറെ ആൾക്കാർ കിട്ടിയ യാനങ്ങളിൽ കടൽ കയറി നേരെ പോയി. അതെങ്ങനെയാണ്, ശ്രീലങ്കയിൽ തമിഴ് വംശവര് ശ്രീലങ്കയിൽ തമിഴ് വംശകർ ഉണ്ടാകാനുള്ള ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ശ്രീലങ്കയിൽ സിംഹളരാണ്. അപ്പൊ അവിടെ എങ്ങനെ തമിഴന്മാര് വന്നു? അപ്പൊ ഇതാണ് സംഭവം. കാര്യം ഈ ദ്രാവിഡന്മാരെ അല്ലെങ്കിൽ ആര്യന്മാരുടെ ആക്രമണത്തിൽ ഭയന്ന് അവര് കിട്ടിയ യാനങ്ങളിൽ, കാര്യം 15-20 കിലോമീറ്ററേ ഉള്ളൂ നമ്മളെ രാമേശ്വരത്ത് നിന്നും ശ്രീലങ്കയിലേക്ക് പോകാൻ. നമ്മളെ രാമസേതുവും അത് വഴിയാണ്. അപ്പൊ എങ്ങനെയൊക്കെയോ അവര് അവിടെ പോയി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് അവിടെ ശ്രീലങ്കയിൽ തമിഴ് വംശജരുടെ ഉത്ഭവം. പിന്നെ ഈ പറഞ്ഞല്ലോ, കാട്ടിൽ കയറിയവര് അവര് അവരുടേതായ രീതിയിൽ അവരുടെ ദൈവത്തിനെ ആരാധിച്ചു. അങ്ങനെ അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന സംവിധാനമാണ് ഈ ശംഖ് ജ്യോതിഷം. അപ്പോ ശംഖ് ജ്യോതിഷത്തിൽ ഇതാണ് പ്രധാനമായിട്ടും ഈ ഇത്തരത്തിലുള്ള ഒരു ശംഖാണ് നമ്മൾ പോയി. അതായത് നിലത്ത് വച്ചാൽ തലയും വാലും കുത്താൻ പാടില്ല. സാധാരണ പൂജയ്ക്കാണെങ്കിൽ ശംഖ് എന്ത് ചെയ്യും, ശംഖ് കാലിലാണ് വയ്ക്കുന്നത്. അപ്പോ ഈ ശംഖ് ജ്യോതിഷത്തിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ശംഖ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു 100 ശംഖ് തിരഞ്ഞാലേ ഒരു 4-5 എണ്ണം കിട്ടുള്ളൂ. അത് രാമേശ്വരം അല്ലെങ്കിൽ കന്യാകുമാരി പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് മെനക്കെട്ടിരുന്നാലേ ഈ തലയും വാലും കുത്താത്ത, കാര്യം കറങ്ങണമെങ്കിൽ തലയും വാലും കുത്താൻ പാടില്ല. അപ്പോൾ ഈ ശംഖിനെ എങ്ങനെയാണ് നമ്മൾ, കാര്യം നിങ്ങൾക്ക് ശംഖ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരാഴ്ചത്തെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. അതായത് ശുദ്ധജലത്തിൽ ആദ്യം കിണറ്റിൽ നല്ലതായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ കഴുകി നിങ്ങൾക്ക് തരുമ്പോൾ നമുക്ക് അതിനെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന് കഴുകി അതിനെ ശുദ്ധീകരിച്ച് എന്നിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഇത് 7 ദിവസത്തെ ഒരു പ്രോസസ്സാണ്. അത് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉപാസന മൂർത്തിയുടെ ക്ഷേത്രത്തിലോ കൊടുത്ത് അതിനെ പൂജിച്ച് ദക്ഷിണ കൊടുത്ത് വാങ്ങിയതിന് ശേഷം ആണ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത്.
ഈ ശംഖും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഓറയിൽ കിട്ടിയ ആ ശംഖിനെ മറ്റുള്ളവർക്ക് കൈമാറാനും പാടില്ല. ശംഖായിരുന്നാലും പെൻഡിലും ആയിരുന്നു. കാരണം വേറെ ആളിന്റെ എനർജി അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. പിന്നെ നമ്മൾ ശംഖജ്യോതിഷമായാലും ശംഖജ്യോതിഷത്തിൽ കാര്യം ഈ ജ്യോതിഷനെ കാണാൻ വരുമ്പോൾ അത് ഏത് വാസ്തുശാസ്ത്രജ്ഞനെ ആയിരുന്നാലും അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷമായിരുന്നാലും ശംഖജ്യോതിഷമായാലും അല്ലെങ്കിൽ പാരമ്പര്യ ജ്യോതിഷമായാലും ഒരു ജ്യോതിഷനെ കാണാൻ വരുന്നതിന്റെ സാഹചര്യം എന്താണ്? അൽ-ഹോറയിൽ പറയുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് ഒരാള് ജ്യോതിഷനെ കാണാൻ വരുന്നത്. അത് അവന്റെ ജനന സമയത്തിന് തുല്യമായിരിക്കും അവൻ വരുന്ന സമയം. അപ്പം വെറുതെ ഒരാള് ജ്യോതിഷനെ കാണാൻ വരില്ല. എന്തെങ്കിലും ദുരിതാവസ്ഥ വരുമ്പോ, കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോ ആരെങ്കിലും ഉപദേശിക്കും, നീ ഏതെങ്കിലും ഒരു ജ്യോതിഷനെ പോയി ഒന്ന് കാണാൻ പറയും. അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് അയാൾ ജ്യോതിഷനെ കാണാൻ വരുന്നത്. അപ്പോ അവര് വരുമ്പോ ചിലപ്പം ബാധ ആവേശമുള്ള ആള് കാണും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബാധയുള്ള ആള് കാണും, ചിലപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാധ മാത്രമല്ല വേറെ ഏതെങ്കിലും ഗന്ധർവ യക്ഷകിന്നരന്മാരെ പോലുള്ള ബാധയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സർപ്പബാധയുള്ളവരായിരിക്കാം. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലവും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓഫീസ് റൂമും നമ്മളുടെ ശരീരവും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ദിവസവും രാവിലെ നമ്മൾ ഈ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കുറെ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ റൂമും നമ്മളുടെ ശരീരത്തിനെയും പ്രൊട്ടക്ട് ചെയ്യണം. ഈ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയും പോലെ, പിള്ളേരുടെ ഭാഷയിൽ പറയും പോലെ 8ന്റെ പണി കിട്ടും. കാര്യം പ്രൊട്ടക്ഷൻ ഇല്ലാതെ വരുന്നവൻ ആരാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു പരിചയമില്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഫോണിൽ വിളിച്ചു വരുന്നവരായിരിക്കും. അപ്പോൾ ആ ആളിന് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഏറ്റവും കൂടുതൽ ഈ ക്ഷീണം ഉണ്ടാകുന്നത് ഡോക്ടർമാര്, ബസ്സിലെ കണ്ടക്ടർ അല്ലെങ്കിൽ ഡ്രൈവർ, അധ്യാപകര്, പോലീസ് ഉദ്യോഗസ്ഥര്, അതായത് ജനങ്ങളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ് ഊർജം വന്ന് അവർക്ക് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പൊ അതിനെന്ത് ചെയ്യണം? അവരൊക്കെ ഈ ഡോക്ടർമാരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരീരം പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള മന്ത്രം ചെയ്യാൻ പറയുമ്പോൾ അവരതിന് ചിലപ്പോ പുച്ഛിച്ച് തള്ളാം. എന്നാൽ നമ്മളെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ബാച്ചിൽ ഒരു ആലുവയിലുള്ള ഒരു MBBS ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും MBBS ഡോക്ടർമാരാണ്. അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ അറിയുന്നത്. കാര്യം ഓരോ രോഗികൾ വരുന്നത് രോഗമായിരിക്കില്ല, ചിലപ്പോൾ രോഗത്തിന്റെ സൂചനകൾ തരുന്നത് മറ്റു ചില ഘടകങ്ങളാണ്. അവർ യഥാർത്ഥത്തിൽ രോഗമല്ല. കാര്യം വൈദ്യ പരിശോധനയില്ല, അതായത് ബ്ലഡോ അല്ലെങ്കിൽ എക്സ്റേയിലോ ഒന്ന് പരിശോധന നടത്തുമ്പോൾ അവർക്ക് രോഗമില്ല. എന്നാൽ അവർക്ക് എന്താണ്? എപ്പോഴും രോഗാവസ്ഥ. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് പോകുമ്പോൾ രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ ക്ഷീണം, അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം. അപ്പൊ അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ BMGയിലുള്ള അവിടെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർമാരുടെ ഒരു സംഘടന ഒരു ട്രെയിനിങ് സംഘടിപ്പിച്ചപ്പോൾ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ, മെയിനായിട്ട് പ്രസംഗിച്ച ഒരു ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ജ്യോതിഷത്തിനെ അല്ലെങ്കിൽ ഈ പെൻഡുലം അല്ലെങ്കിൽ ഇതേപോലുള്ള ശാസ്ത്രങ്ങളെ നിങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയരുത്. അതിൽ നമ്മളുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന്. അപ്പോ എന്താണ് ഈ രോഗം എന്ന ഒരു സിംറ്റംസ് ആയിരിക്കും, യഥാർത്ഥത്തിൽ രോഗമല്ല. ചിലപ്പോൾ അയാളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക് പരിശോധനകൾ നടത്തിയാലും അയാൾക്ക് രോഗം ഇല്ല, എന്നാൽ അയാൾ രോഗലക്ഷണങ്ങൾ കാണിക്കും. അപ്പൊ അത് നമ്മളെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലവും നമ്മളെയും, പിന്നെ വേറൊരു കാര്യം, വീട്ടിലാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്രശ്നമില്ല. പക്ഷേ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ ഇത് ബാധിക്കും.
അതുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങൾ ഈ ജ്യോതിഷമോ അല്ലെങ്കിൽ പെൻഡില ശാസ്ത്രമോ വാസ്തുശാസ്ത്രമോ അല്ലെങ്കിൽ ഏതായിരുന്നാലും നമ്മൾ ഈ സിസ്റ്റം ഒന്നും വീട്ടിൻ്റെ അകത്ത് പാടില്ല. വീട്ടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒരു പ്രത്യേക മുറി സംഘടിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് വീട്ടിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുകയോ അല്ലെങ്കിൽ കല്ലുപ്പിട്ട് വെള്ളം കൊണ്ട് തറയെല്ലാം തുടയ്ക്കുകയോ ഒക്കെ ചെയ്യണം. കാര്യം ഈ നെഗറ്റീവ് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് ബാധ എന്ന് പറയും ജ്യോതിഷ ഭാഷയിൽ. അത് നമ്മളെ ബാധിച്ചാൽ പോകില്ല. ജ്യോതിഷത്തിൽ 3 തരം ബാധകളുണ്ടെന്നാണ് പറയുന്നത്: ഹന്തുകാമൻ, ജന്തുകാമൻ, ഭോക്തുകാമൻ. ഈ ഹന്തുകാമൻ എന്ന് വെച്ചാൽ ഒരാളിനെ ബാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണത്തോടു കൂടിയേ അവനെ പോകാൻ പറ്റും. ഈ ഭോക്തുകാമൻ എന്ന് പറഞ്ഞാൽ അയാൾ കുറെ ഭക്ഷണം കഴിക്കും. ഏതെങ്കിലും നിങ്ങൾക്കറിയാം, ഈ മാനസിക ബുദ്ധിമുട്ടുള്ളവർ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പൊ അയാളിൽ ബാധിച്ചിരിക്കുന്ന ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഭക്ഷണപ്രിയനാണ്. കുറെ കാലം കഴിയുമ്പോൾ അവൻ ഒഴിച്ചു പോകും. പിന്നെ വേറൊന്ന് രമിക്കാൻ വരുന്നവനാണ്. ഇപ്പോൾ സ്ത്രീകളോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറയും രാത്രി അവരെ അടുത്ത് ആരോ വന്നിരുന്നെന്നോ അല്ലെങ്കിൽ അവരെ കൂടെ കിടന്നെന്നോ ഒക്കെ ഈ പിള്ളേർ പറയും, സ്ത്രീകളൊക്കെ പറയും. അത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവും. അതെന്താണ്? അത് രമിക്കാൻ വരുന്നവനാണ്. അവനും കുറെ കാലം കഴിയപ്പം അങ്ങ് പോകും. പക്ഷേ ഈ ഹനിക്കാൻ വരുന്നവൻ അവൻ പോകില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ്, ബാധിച്ച ആളാണ് നമ്മൾ അടുത്ത് വരുന്നതെങ്കിൽ നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെൽ പ്രൊട്ടക്ഷനിൽ വേണം ഇതൊക്കെ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ. അത് ഏത് ശാസ്ത്രമായാലും അതിനുള്ള കാര്യങ്ങളെല്ലാം, അതിൻ്റെ മന്ത്രങ്ങളും അതിൻ്റെ വിധാനങ്ങളെല്ലാം നമ്മൾ പറയും. പിന്നെ വേറൊന്നുള്ളത്, നിങ്ങളൊരു മുറി വാടകയ്ക്ക് എടുത്ത് അവിടുത്തെ വെള്ളത്തിൻ്റെയും കറണ്ട് ചാർജും ഒക്കെ അടച്ചിരിക്കും. അപ്പോൾ നിങ്ങളെ തേടി നിങ്ങളൊരു ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങളെ അന്വേഷിച്ച ആൾക്കാർ വരണം. അപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് ആൾക്കാർ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആകർഷണ മന്ത്രവും ഉണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ ഈ പെൻഡുല ജ്യോതിഷവും ഈ ശംഖജ്യോതിഷവും പഠിക്കാനെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പോൾ സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ അടുത്ത നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇടും. അതിന് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സാറ് പറയും. നമ്മളിനി വരുന്നത് വ്യത്യസ്തമായ ദിവസങ്ങളിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. പെൻഡുല ജ്യോതിഷം ഒരു ദിവസമായി ഏതെങ്കിലും ഒരു ദിവസം വരും. സമയമൊക്കെ തന്നെ ആയിരിക്കും. രാത്രി 8:30 തൊട്ട് 9:30 വരെയാണ് ക്ലാസ്സിന്റെ സമയം. പിന്നെ ഓരോരുത്തർക്കും ഏത് വിഷയമാണ് താല്പര്യമുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് ഇടാം. അപ്പൊ താല്പര്യമുള്ളവർ അവർ 2 ഗ്രൂപ്പിലേക്കുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം. അപ്പൊ അതിൽ താല്പര്യമുള്ളവർ അവരവര് സെലക്ട് ചെയ്ത് സ്വയം അത് സെലക്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അപ്പൊ മിക്കവാറും ചിലപ്പോൾ അടുത്ത മാസം തൊട്ടായിരിക്കും ക്ലാസ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ടായിരിക്കും ക്ലാസ്. അതിന്റെ ടൈം ടേബിള് നാളെ മറ്റന്നാളോ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലിടും. അപ്പൊ ഇതിൽ തന്നെ മുമ്പ് ഈ ഇത് പഠിച്ചിട്ടുള്ള ഒരാളുണ്ട് നമുക്ക്, ഡൈജി സാറുണ്ടോ? ഡയലിലുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം ഉണ്ട്. അപ്പൊ എന്താണ് ഇത് പഠിച്ചതിൽ സാറിന് ഉള്ള ഗുണം എന്താണ്? സാറിന് എങ്ങനെയാണ്, നേട്ടമാണോ അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടോ എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സാറ് പഠിപ്പിച്ചതില് ഈ ജ്യോതിഷഭാരതി പഠിച്ചതില് എനിക്ക് ഞാനിവിടെ ഒരുപാട് കോഴ്സ് പഠിച്ചതാണ്. ആ ഒരുപാട് കോഴ്സ് പഠിച്ചതിൽ എല്ലാ കോഴ്സിലും എനിക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പെൻഡുലം കൈകാര്യം ചെയ്യാറുണ്ട്, ശംഖജ്യോതിഷം കൈകാര്യം ചെയ്യാറുണ്ട്. എല്ലാം തന്നെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു ആഴ്ചയിൽ അല്ല സാറേ, ഈ ഫലപ്രവചനം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫലപ്രവചനം 2ലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാര്യം ഈ പുതിയതായിട്ട് വന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും. കറക്റ്റ് സാറി പറഞ്ഞ രീതിയിൽ ഈ പെൻഡുലവും ശംഖും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വഴങ്ങി കഴിഞ്ഞാൽ ഇത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് ആളെ കാണുമ്പോ നമുക്ക് കാര്യം പറയാൻ പറ്റും. സാറ് പറഞ്ഞ രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഡെയിലി എനിക്ക് ഓരോരുത്തരെ 1, 2, 3, 4 പേരെ എനിക്ക് നോക്കാനുണ്ടാവും വീട്ടിൽ വരുമ്പോ. ഞാൻ അവർക്ക് ഇപ്പൊ ഈ ശംഖ് കറക്കിയാലും പെൻഡുലം കറക്കിയാലും അവർക്ക് പറയുന്ന കാര്യങ്ങള് 100% ശരി തന്നെയാണ്.
അപ്പം ഇതാണ് നമ്മളുടെ സ്ഥാപനത്തിൽ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അപ്പൊ ആ ഗ്രൂപ്പ് നമ്മളുടെ ഈ പരസ്യം കണ്ടിട്ട് അദ്ദേഹം ആ ഗ്രൂപ്പിൽ ചേർന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എത്രയായാലും ശരി, എന്തായാലും ശരി, നമുക്ക് ഗുണകരമായിട്ട് തന്നെ അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും നമ്മൾ കൊടുത്തതല്ല. നിങ്ങൾക്കും അതേപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിനെ പോലെ നിങ്ങൾക്കൊരു സാമ്പത്തിക മെച്ചം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗത്തിൽ ഇത് കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും. ക്ലിയർ? ഇനി പറയണം. കാലഘട്ടത്തിൽ ഇപ്പൊ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളാണ് ഇതെല്ലാം. ഇത് പലയിടത്തും ഇതിപ്പോ ആരും പഠിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇടയ്ക്ക് വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇപ്പൊ ഇവിടെ അവസാനിക്കും. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്റെ പേര് ബെവിൻ എന്നാണ്. ഞാൻ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഡൗട്ട് എന്ന് വെച്ചാല്, എന്റെ ബാക്ക്ഗ്രൗണ്ട് കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞാൻ എന്റെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നോൺ വെജിറ്റേറിയൻ ഇതൊക്കെ ഞാൻ കഴിക്കുന്ന ആളാണ്. അത് അപ്പൊ അങ്ങനത്തെ ഒരു ഡയറ്റില് ഞാൻ റേക്കി ഞാൻ പഠിച്ചിട്ടുണ്ട്, level 3 എത്തിയിട്ടുണ്ട്. പക്ഷെ റേക്കിക്കും ഇങ്ങനെ കുറെ കണ്ടീഷൻസ് വെച്ചു, വെജിറ്റേറിയൻ ആവണാണ് നല്ലത് അല്ലെങ്കിൽ ഇന്ന രീതിയില്. അപ്പൊ അങ്ങനെ നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണോ പെൻഡുലം? എനിക്ക് പെൻഡുലം ആണ് കുറച്ചും കൂടി താല്പര്യം തോന്നിയിട്ടുള്ളത്. നമുക്ക് എന്റെ എല്ലാ കൾച്ചേഴ്സിനും ഇസ്ലാം സഹോദരന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമുണ്ടോ ഇത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ? ഇത് ലൈഫിൽ നമ്മുടെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ, ആത്മസുഹൃത്ത് എന്ന രീതിയിൽ പെൻഡുലത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടതുണ്ടോ എന്ന് പറയാമോ? പെൻഡുലത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയന്ത്രണങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്ന് വെച്ച് നമ്മുടെ ജീവിതചര്യകളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സാറ് എന്താ സാറേ പറയും സാറേ? അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്ന ആള്, അല്ലെങ്കിൽ രാവിലെ പൂജ ചെയ്യാൻ, അല്ലെങ്കിൽ ക്ഷേത്ര പൂജാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൂജ സംവിധാനം ചെയ്യുന്ന ആള്, നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതില് ചിലപ്പോൾ ലിക്കർ ഉപയോഗിക്കുന്നവർ കാണും, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ഏതായാലും ശരി, നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഇറച്ചിയോ മീനോ കഴിച്ചിട്ട് വന്നിരുന്നതിന് ശേഷം നമ്മൾ ഒരാളിന്റെ കാര്യം നോക്കാൻ പോകരുത്. നിങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വൈകുന്നേരത്ത് ഇറച്ചി കഴിക്കുകയോ മീൻ കഴിക്കുകയോ മദ്യം കഴിക്കുകയോ എന്തുവാണെങ്കിലും ചെയ്യാം. കാര്യം ഇത് ഒരു ഡിവൈൻ സയൻസ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു പരിപാവനത നമ്മൾ കാത്തു സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ആചാരം ഏതെങ്കിലും, ഇപ്പൊ ഏത് മതസ്ഥരാണെങ്കിലും അവർ നിങ്ങളുടെ ആചാരപ്രകാരം എന്താണ് അത് ചെയ്യുക. ക്ലിയറായല്ലോ? പറഞ്ഞല്ലോ, പെൻഡുലം ആക്ടിവേഷന് വേണ്ടിയിട്ട് ചില മന്ത്രാസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പെൻഡുലത്തിന് അങ്ങനെയുള്ള ഇല്ല. അത് മറ്റേ ശംഖ് ജ്യോതിഷത്തിനാണ് സാർ അത് പറഞ്ഞത്. പെൻഡുല ജ്യോതിഷത്തിന് അങ്ങനെ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പെൻഡുലം എന്ന് പറയുന്നത് ആക്ച്വലി വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളോ പൂജയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾക്ക് നിങ്ങളെ ഈ അതായത് ഭാഗ്യശക്തികളുടെ ബാധ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രം വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം, ചോദിച്ചതുകൊണ്ട്. അല്ലേ സാറേ? വലുതായിട്ടില്ല. പിന്നെ അതിന് വേറെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്രിസ്റ്റലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരുപാട് ടൈപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക്. ഇപ്പൊ മന്ത്രങ്ങൾ തന്നെ, മന്ത്രങ്ങൾ ചൊല്ലുന്നവർക്ക് മന്ത്രങ്ങൾ ചൊല്ലാം. പിന്നെ അല്ലാത്തവർക്ക് ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുള്ള മാലകളും ബ്രേസ്ലെറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ എടുക്കാം. പിന്നെ ഓറ ബൂസ്റ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്യാറുണ്ട്. എല്ലാവരും ഒന്നും ചിലരും മന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഉപാസനാമൂർത്തിയൊക്കെ ആരാധിച്ച് പ്രൊട്ടക്ഷൻ എടുക്കും. എല്ലാവർക്കും അങ്ങനെ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ലാത്തവർക്ക് സംബന്ധിച്ച് ഈ ക്രിസ്റ്റലുകളും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ എടുക്കും. നമ്മളൊരാളെ നോക്കാൻ വരുമ്പോഴത്തേക്ക് നോക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അയാളിൽ നിന്നുള്ള ദോഷങ്ങൾ നമ്മളെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മറ്റു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഒക്കെയാണ് നമുക്ക് മറ്റു സമുദായക്കാരൊക്കെ എടുക്കാറുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് അത് അങ്ങനെ പിന്തുടരുന്നതിന് യാതൊരു കുഴപ്പമില്ല.
പിന്നെ നിങ്ങളുടെ ജീവിതചര്യകളും കാര്യങ്ങളും ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കുറെയൊക്കെ ഇത് കൈകാര്യം ചെയ്ത് വരുമ്പോൾ നമ്മുടെ ജീവിതചര്യയിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ സ്വയം വന്നിരിക്കും. ഇതപ്പോ ഏതൊരു വ്യക്തിക്കും മറ്റു വിഷയങ്ങളോട് പഠിക്കുമ്പോഴാണ് അങ്ങനെ സാധാരണ വരാറുള്ളത്. അപ്പൊ ഇത് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും പഠിക്കാവുന്നതാണ് അല്ലേ? അല്ലാണ്ട് ഇത് പഠിക്കാം. ഇത് ഒരുപാട് ക്രിസ്ത്യൻസ് ആണ് ഇത് പഠിക്കുന്നത്. കൂടുതലും ക്രിസ്ത്യൻസ് തന്നെയാണ് ഇത്. വിദേശ രാജ്യങ്ങളിലെ പഠിച്ച് അവരെയൊക്കെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ തന്നെയാണെങ്കിലും പെൻഡുലമായിട്ടാണ് ഷോപ്പുകളിൽ പോകുന്നത്. അവിടെ ചെന്ന് അവർക്ക് പരിചയമില്ലാത്ത അവരറിയാത്ത ഒരു സാധനങ്ങൾ കണ്ട് വാങ്ങണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു പെൻഡുലത്തോട് ചോദിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ വരെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലെ വലിയ വലിയ വിദഗ്ധന്മാര് മറ്റു സമുദായത്തിൽപ്പെട്ടവരാണ്. അവരാരും പൂജയും മന്ത്രവും ഒന്നും ചൊല്ലുന്നവരൊന്നും അല്ല. വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും അതിനകത്ത് കാര്യമില്ല. വിശ്വാസം അനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഞാൻ ഇവിടെ കാത്തലിക് പ്രീസ്റ്റ് പള്ളിയിലത്തെ അച്ഛന്മാര് ചില ആൾക്കാരും ഇത് പെൻഡുലം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്മാര് പഠിക്കാറുണ്ട്. അച്ഛന്മാര് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇന്ന പെൻഡുലം വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? അത് നമ്മൾ ഇവിടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പെൻഡുലം ഇവിടെ തരും. അത് ഗുരുനാഥൻ അനുഗ്രഹിച്ച് തരുന്ന ഒരു പെൻഡുലം ആയിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വെക്കാം. പിന്നീട് അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടം ഒരുപാട് പെൻഡുലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി തരും. നിങ്ങൾക്ക് എവിടെ നിങ്ങളൊക്കെ പോകുമ്പോൾ പെൻഡുലങ്ങൾ വാങ്ങാം. ഈ പിന്നെ പല ടൈപ്പ് പെൻഡുലങ്ങൾ നേരത്തെ നമ്മൾ സ്ക്രീനിലൊക്കെ കാണിച്ചിരുന്നിട്ട് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചിട്ടുള്ള പെൻഡുലം ഉണ്ട്. പിന്നെ തന്നെ പല ഷേപ്പിലുള്ള പെൻഡുലം ഉണ്ട്. പലരും അത് നമ്മുടെ ക്ലാസ്സിൽ ഓരോ ടൈപ്പ് പെൻഡുലങ്ങളെയും നമ്മൾ പരിചയപ്പെടുത്തും. പിന്നെ രുദ്രാക്ഷം ഉപയോഗിച്ചിട്ടുള്ള പെൻഡുലം ഉണ്ട്. നമ്മളത് ഹീലിംഗ് പർപ്പസിനൊക്കെ ആയിട്ടായിരിക്കും അങ്ങനെയുള്ള പെൻഡുലം ഉപയോഗിക്കുന്നത്. അത് അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് അധികം വിശദീകരിക്കുന്നുണ്ട്. പല ടൈപ്പ് പെൻഡുലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു നേരിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. അതിന് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പരിചയപ്പെടുത്തി തരും. നേരിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരും. ആ നേരിട്ടുള്ള ക്ലാസ്സിന്റെ ഡേറ്റ് നമുക്ക് എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടോ? അഡ്വാൻസ് ആയിട്ട് നമുക്ക് ആ ഡേ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിരുന്നു. അല്ല, അത് നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എത്ര ഇപ്പൊ 3 മാസമാണ് കോഴ്സ്. അപ്പൊ അത് തീർന്ന് 3 മാസം നമ്മൾ ഓൺലൈൻ പിന്നെ 9 ഓൺലൈൻ ക്ലാസ്സോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിലിടാം. അത് തീർന്നിട്ട് നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ഡേറ്റ് നേരത്തെ എന്തായാലും അറിയിക്കും. 1 മാസം മുമ്പ് എന്തായാലും അറിയിക്കാം. പിന്നെ അഥവാ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്ക് ഇപ്പം ഈ കോഴ്സ് തീരുന്ന സമയത്തുള്ള ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ബാച്ചിന്റെ ഓഫ്ലൈൻ ക്ലാസ് നടത്തുമ്പോഴത്തേക്ക് അതിൽ വേണമെങ്കിലും പങ്കെടുക്കാം. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കില്ല. പിന്നെ ഈ കോഴ്സിന്റെ അവസാനമാണ് പെൻഡുലം കിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പൊ 3 മാസം ഡ്യൂറേഷനുള്ള കോഴ്സിൽ നമുക്ക് പെൻഡുലം കുറച്ചും കൂടി നേരത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയാലല്ലേ നമുക്കതിൽ പരിശീലിക്കാൻ പറ്റുള്ളൂ. ക്ലാസ്സിനോടൊപ്പം തന്നെ നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടും. നമുക്ക് ഒരു ക്ലാസ് 1-2 ക്ലാസ്സിന് മുമ്പ് കൊടുക്കാറുണ്ട്. കാര്യം ആദ്യം നമുക്ക് പെൻഡുലം കിട്ടിയിട്ട് വലിയ കാര്യമില്ല. കാര്യം നമ്മൾ അത് എന്താണെന്നും പെൻഡുലം എന്താണെന്നും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് വെറുതെ ഒരു പെൻഡുലം പിടിച്ചിട്ട് ഇങ്ങനെ മടങ്ങുമ്പോൾ നമ്മൾ പെൻഡുലത്തിന്റെ അതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഉപയോഗിക്കേണ്ട രീതികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ എടുത്ത കയ്യില് പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ ചില പെൻഡുലം ചലിക്കണമെന്ന് തന്നെ ഇല്ല. അപ്പൊ കുറച്ച് ഒരു 5-6 ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു അവസാനത്തെ ക്ലാസ് പെൻഡുലം തരുന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമുക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എപ്പോൾ വേണമെങ്കിലും ഈ ഗ്രൂപ്പൊക്കെ നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് എന്നും ഉണ്ടാവും. നിങ്ങൾക്ക് സംശയങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഈ സ്ഥാപനം എന്നും ഉണ്ടാവും. ഈ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ 100% ഉറപ്പാണല്ലേ ഏതൊരു വ്യക്തിക്കും 100% റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് പെൻഡുലം എന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന ആള് പറഞ്ഞല്ലോ, ലജി സാർ, അദ്ദേഹം നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ആളിനെ കിട്ടിയത് തന്നെ നല്ല ഒരു ഗുണമായി. കാര്യം അദ്ദേഹം ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇവിടെ വേറെയും പലരും കാണും ഇതിനകത്ത്. ഈ ഗ്രൂപ്പിൽ എത്ര ആരൊക്കെ ഉണ്ടോ പേര് പരിചയമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. കാര്യം പിന്നെ ഇത് സംബന്ധിച്ച് നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വീട്ടില് വളരെ അസുഖങ്ങളും പ്രശ്നങ്ങളും ആ വീട്ടിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു അസുഖമുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പഠിച്ച സമയത്താണ് അത്. ഞാൻ പെൻഡുലമായിട്ട് അവിടെ പോയി
ഞാൻ ആ വീടെല്ലാം പരിശോധിച്ച് ഓരോ മുറികളിലും നോക്കുമ്പോൾ അവസാനം ഒരു മുറിയിലാണ് എന്തോ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് പെൻഡുലത്തിന് ചലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ അസുഖങ്ങളുടെ പ്രധാനപ്പെട്ട അസുഖങ്ങളൊക്കെ ഉള്ള ആള് കിടക്കുന്ന മുറിയായിരുന്നു. അങ്ങനെ അവരുടെ കട്ടിലിന്റെ അടിയിൽ എന്തോ ഒരു പൊതിക്കെട്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു സ്കെൽട്ടനാണ്, ഒരു മനുഷ്യന്റെ അസ്ഥികൂടമായിരുന്നു. എന്നുവെച്ചാൽ മകള് MBBS പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ആ സാധനം അവൾ അന്ന് വാങ്ങിച്ചതാണ്. ഒറിജിനൽ യഥാർത്ഥ അസ്ഥികൂടം ആ വീടിന്റെ അവരുടെ കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ടാണ് അവരതിന്റെ മുകളിലാണ് കിടന്നത്. നമ്മൾ ഈ പെൻഡുലത്തിലൂടെയാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വീടിന് ദിശാദോഷം ഉണ്ടാകുന്നുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ പെൻഡുലത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദിശാദോഷം ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ ഇതിന്റെ പിന്നിൽ ഉണ്ട്. പിന്നെ ചില ഇടത്തൊക്കെ പിന്നെ ഈ ഉരുളുപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് പെൻഡുലം ഉപയോഗിച്ചൊക്കെ ഡെഡ് ബോഡി കണ്ടുപിടിച്ച എന്റെ ഗുരുനാഥനൊക്കെ അങ്ങനെ, ഞങ്ങളുടെ ഗുരുനാഥൻ അങ്ങനെ കണ്ടുപിടിച്ചതായിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ അതങ്ങനെ നമ്മൾ എത്രത്തോളം ഇത് സ്നേഹിച്ച് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. സാർ, ഫീസ് പേയ്മെന്റിനെ കുറിച്ച് 2 തവണയായിട്ട് പറഞ്ഞു. അതപ്പോ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവുക? അതെല്ലാം ഗ്രൂപ്പിൽ നമ്മൾ ഇടാം. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഫീസിന്റെ കാര്യങ്ങൾ, ഫീസ് അടക്കേണ്ട സമയം എപ്പോഴാണ്, അത് പിന്നെ അതിന്റെ ഗൂഗിൾ പേ ആയിട്ടാണ് അടക്കേണ്ടതെങ്കിൽ അതിന്റെ നമ്പർ, കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കിയിരുന്നാൽ മതി. അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിൽ പെൻഡുലം ഇൻക്ലൂഡഡ് ആണല്ലേ? പെൻഡുലം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ പെൻഡുലം ചാർട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തരും. അതുപോലെ തന്നെ ശംഖ് ജ്യോതിഷത്തിന് ശംഖും ചാർട്ടും നിങ്ങൾക്ക് പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഇവിടെ തരും. അപ്പൊ നമുക്ക് മറ്റു സംശയങ്ങളൊന്നും ഇല്ലാത്ത എന്തെല്ലാം സംശയം ചോദിക്കാം. പറയൂ. പുരുഷോത്തമനാണ്. ഓക്കെ. പഠിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇപ്പൊ ക്ലാസ് ആ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ എനിക്ക് വരാൻ കാലതാമസം സംഭവിച്ചാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും കേട്ടില്ല സാറേ, കേൾക്കാൻ പറ്റില്ല. സൗണ്ടിൽ പറയാമോ? കാരണം കേൾക്കാൻ പറ്റിയോ? സാറേ അതെ, കേൾക്കാൻ പറ്റുന്നുണ്ട് സാറേ. പറഞ്ഞു. സാറേ ഞാൻ ബഹറിലാണ്. അപ്പൊ ഈ 3 ക്ലാസ് നമ്മള് 4 മാസത്തെ ക്ലാസ് ഉണ്ടല്ലോ കെട്ടിടത്തിന്. സാറേ 4 മാസത്തെ ക്ലാസ്സിന് ശേഷം എനിക്ക് പെട്ടെന്ന് വരാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ അവസാനത്തെ ഒരു ക്ലാസ് അവിടെ ചെയ്യണമെന്ന് പറയുന്നത്. അത് പിന്നെ അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. നിങ്ങളിപ്പോ നാട്ടിൽ വരുന്ന നാട്ടിൽ വരുന്ന സമയത്ത് അന്ന് ഏതെങ്കിലും ആ ടൈമിന് ഏതെങ്കിലും പിന്നെ ഒരു മാസം ഉണ്ട്, ആ ടൈമിന് ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. പെൻഡുലം നിങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം, അതൊക്കെ ചെയ്തു തരാം. ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് ഗുരുനാഥന്റെ അടുത്ത് പഠിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ? വിദേശത്തുനിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ നിന്ന് പെൻഡുലവും ജ്യോതിഷവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതുപോലെയൊക്കെ ആണ് ചെയ്തിട്ടുള്ള കാര്യം. ആ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇതിപ്പോ 8ാമത്തെ 9ാമത്തെ ബാച്ചാണ്. അപ്പൊ ആ പഴയ അടുത്ത ബാച്ച് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ സമയത്ത് അവരെ വിളിച്ച് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവരെ അറിയിക്കും നമ്മള് അങ്ങനെയുള്ളവരെ. അപ്പൊ ഇത് ഒന്നുമില്ല, ഒരു ബാച്ചും ഇല്ല. എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ഇല്ലെങ്കിൽ സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നാലും മതി, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നാലും മതി. അതൊക്കെ ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇന്നിപ്പം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി എന്തെങ്കിലും സംശയമുള്ളവര് നമ്മൾ ആ ഗ്രൂപ്പില് വോയിസ് ആയിട്ട് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമസ്കാരം. നമസ്കാരം സാർ. എല്ലാവർക്കും നമസ്കാരം.
താങ്ക് യു സാർ. താങ്ക് യു.